ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടാകും. ആദ്യത്തേത് ഞായറാഴ്ച അവതരിപ്പിക്കുന്നു എന്നതാണ്. ഫെബ്രുവരി 1 ഞായർ രാവിലെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് അവതരിപ്പിക്കുന്നത്. രാജ്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഞായറാഴ്ച ബജറ്റ് അവതരണം. 2017 മുതൽ ഫെബ്രുവരി 1 ബജറ്റ് അവതരണമെങ്കിലും ഞായർ കടന്നു വന്നിട്ടില്ല. ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് വരുന്നതിനാൽ അന്ന് മുംബൈയിൽ ഓഹരി വിപണിയും പ്രവർത്തിക്കും. ഇന്ത്യയിൽ ഓഹരി വിപണിക്ക് ഞായർ അവധി ദിനമാണ്. ആ ചരിത്രവും ഈ ബജറ്റിലൂടെ തിരുത്തുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഡൽഹിയിലെ പ്രസിദ്ധമായ നോർത്ത് ബ്ലോക്കിൽ നിന്ന് കേന്ദ്ര ധനമന്ത്രാലയം കർത്തവ്യ ഭവനിലേക്ക് മാറിയ ശേഷമുള്ള ആദ്യ ബജറ്റ് എന്നതാണ്. ഇനിയൊരു പ്രത്യേകത കൂടി പറഞ്ഞാൽ, ബജറ്റ് അച്ചടിക്കുന്നത് നോർത്ത് ബ്ലോക്കിലെ ബേസ്മെന്റിലുള്ള പഴയ പ്രസ്സിലാണ്. 1980 മുതലുള്ള എല്ലാ ബജറ്റും അച്ചടിച്ചിരുന്നത് ഇവിടെയാണ്. കർത്തവ്യ ഭവനിലാണ് ബജറ്റിന്റെ ആലോചനാ യോഗങ്ങളെല്ലാം നടന്നത്. പുതിയ പ്രസ്സും അവിടെ തയ്യാറായിരുന്നെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കാക്കി ഇത്തവണ നോർത്ത് ബ്ലോക്കിലേക്ക് അച്ചടി മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബജറ്റിന് അന്തിമ രൂപം നൽകി അച്ചടിയിലേക്ക് പോകുന്ന പ്രക്രിയയ്ക്ക് തുടക്കമിടുന്ന ഹൽവ സെറമണിയും നോർത്ത് ബ്ലോക്കിൽ തന്നെ തുടരും. ബജറ്റ് അവതരണത്തിന് 10 ദിനം മുമ്പാണ് ഹൽവ സെറമണി. പുതിയ കാര്യങ്ങൾ മധുരം നുണഞ്ഞ് ഐശ്വര്യപൂർണമായ പ്രതീക്ഷയോടെ തുടക്കം കുറിക്കാം എന്ന ഭാരതീയ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഹൽവ സെറമണി. നോർത്ത് ബ്ലോക്കിലെ ബേസ്മെന്റിൽ തന്നെയാണ് ഹൽവ പാചകം. വലിയ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തയ്യാറാക്കുന്ന ഹൽവയിൽ ധനമന്ത്രി ഒന്നിളക്കും. തുടർന്ന് ചെറിയ പാത്രങ്ങളിൽ കോരി ബജറ്റ് തയ്യാറെടുപ്പിലുള്ള ധനമന്ത്രാലയ ജീവനക്കാർക്ക് നൽകും. എല്ലാവരും ഹൽവ നുണഞ്ഞതോടെ ഹൽവ സെറമണി ചടങ്ങ് തീരുമെങ്കിലും പിന്നീടുള്ളത് ഒട്ടും രുചിക്കാത്ത കാര്യങ്ങളാണ്. ബജറ്റ് തയ്യാറാക്കാൻ പങ്കാളികളാകുന്ന ധനമന്ത്രാലയ ജീവനക്കാരും പ്രസ് ജീവനക്കാരും അടക്കം 60ഓളം പേർ ഹൽവ സെറമണി മുതൽ ബജറ്റ് അവതരണം വരെ 10 ദിവസത്തോളം തടവിലാകും. അതായത് അവർ നോർത്ത് ബ്ലോക്കിലെ ധനമന്ത്രാലയ ഓഫീസിൽ നിന്ന് 10 ദിവസം പുറത്തു പോകാനോ ഫോൺ ചെയ്യാനോ പറ്റില്ല. ബജറ്റിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്താൻ തുടങ്ങിയ ഈ ബന്ദോബസ്തിന് ലോക്ക് ഇൻ എന്നാണ് പേര്. ബജറ്റ് അച്ചടിച്ച് തയ്യാറാക്കുന്നതിൽ പങ്കാളികളായവരെ തടവിലാക്കുന്ന കീഴ്വഴക്കത്തിന് പിന്നിൽ ഒരു ചരിത്രം കൂടിയുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ 1947 ബജറ്റും 50 ബജറ്റും അവതരണത്തിന് മുമ്പ് ചോർന്നതിലൂടെ വൻ വിവാദവും 2 ധനമന്ത്രിമാരുടെ രാജിയും ഉണ്ടായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് നെഹ്റു മന്ത്രിസഭയിലെ ധനമന്ത്രി RK ഷൺമുഖം ചെട്ടിയായിരുന്നു. ഇന്ത്യയിലെ നികുതി ഘടന മാറാൻ പോകുന്നു എന്ന വിവരം ബജറ്റ് തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ബജറ്റ് അവതരണത്തിന്റെ തലേന്ന് ഒരു പത്രപ്രവർത്തകനോട് തുറന്നു പറഞ്ഞത് വിവാദ വിഷയമായി. അതോടെ ഷൺമുഖം ചെട്ടിയുടെ രാജി പ്രധാനമന്ത്രി നെഹ്റു ചോദിച്ചു വാങ്ങി. അന്ന് കേന്ദ്ര റെയിൽ മന്ത്രിയായിരുന്ന മലയാളി പ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയാണ് 1950 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. പക്ഷേ ബജറ്റ് അവതരണത്തിന് മുമ്പേ വിവരം പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് തന്നെ ചോർന്ന് പുറത്തുപോയിരുന്നു. അക്കാലത്ത് രാഷ്ട്രപതി ഭവനിലെ പ്രസ്സിലായിരുന്നു ബജറ്റ് അച്ചടിച്ചിരുന്നത്. ഈ സംഭവത്തോടെ കേന്ദ്ര ബജറ്റിന്റെ അച്ചടി ഡൽഹി മിന്റോ റോഡിലെ സർക്കാർ പ്രസ്സിലേക്ക് മാറ്റി. 3 പതിറ്റാണ്ടോളം അവിടെ തുടർന്ന അച്ചടിയാണ് 1980 നോർത്ത് ബ്ലോക്കിലെ ധനമന്ത്രാലയത്തിന്റെ സ്വന്തം പ്രസ്സിലേക്ക് മാറ്റുന്നത്. ജോൺ മത്തായിയുടെ ബജറ്റ് ചോർന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ രാജിയും നെഹ്റു ചോദിച്ചു വാങ്ങിയത് ചരിത്രം. ചോർച്ച മാത്രമല്ല, അവർ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും രാജിയിലേക്ക് നയിച്ചു എന്നാണ് കഥ. ധനമന്ത്രാലയത്തിന് കീഴിൽ പുതുതായി രൂപീകരിച്ച പ്ലാനിംഗ് കമ്മീഷൻ പ്രത്യേക അധികാര കേന്ദ്രമായി മാറുന്നു എന്ന തോന്നൽ നെഹ്റുവിനെ അസ്വസ്ഥനാക്കിയിരുന്നതായി പറയുന്നു. ഇതൊക്കെയാണെങ്കിലും 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചപ്പോൾ ആദ്യ ചെയർമാനായി ജോൺ മത്തായിയെ തന്നെയാണ് നെഹ്റു കണ്ടെത്തിയത്. കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് 1957 മുതൽ 59 വരെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിരുന്നു കോഴിക്കോട് സ്വദേശിയായ ജോൺ മത്തായി. ബജറ്റ് അച്ചടി വേളയിൽ ബന്ധപ്പെട്ടവരെ കൂട്ടിയിടുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും പതിവാണ്. കേരളത്തിൽ സംസ്ഥാന ബജറ്റ് അച്ചടിക്കുന്ന തിരുവനന്തപുരം മണ്ണന്തല സർക്കാർ പ്രസ്സിലെ ജീവനക്കാരും ബജറ്റ് അച്ചടി മുതൽ അവതരണം വരെയുള്ള ദിവസങ്ങളിൽ ലോക്ക് ഇൻ ആയിരിക്കും.